ജില്ലയിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുന്നതിന് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിനായി പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് പൊതുസമൂഹത്തിന്റെ സഹായം കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ക്യാമ്പ് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന പരാതി ലഭിച്ചിരുന്നതായും ഈ പരാതി സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നതായും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. ജില്ലയിൽ ജൽജീവൻ മിഷൻ പദ്ധതി അടക്കമുള്ള വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ചിട്ട റോഡുകൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് നജീബ് കാന്തപുരം MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 66ന്റെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രൈനേജുകൾ അശാസ്ത്രീയമായാണ് നിർമ്മിക്കുന്നതെന്നും ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം ജില്ലയിൽ 2 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നും P. അബ്ദുൾ ഹമീദ് MLA പറഞ്ഞു. യോഗത്തിൽ MLA-മാരായ P. ഉബൈദുള്ള, TV ഇബ്രാഹിം, UA ലത്തീഫ്, നജീബ് കാന്തപുരം, P. അബ്ദുൾ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ്, വിവിധ MLA-മാരുടെ പ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.